ഹേ യോൾ, ചെറിയ മക്കളെ സ്റ്റേജ് പ്രോഗ്രാമെല്ലാം ഭയങ്കര രസമായിരിക്കുമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് വിച്ചുവിൻ്റെ ഒരു വിശേഷമാണ്. വിച്ചുവിൻ്റെ അച്ചാച്ചൻ്റെ കൂടെ നിൽക്കാൻ വാശി കാണിച്ചുകൊണ്ട് തന്നെ 2 ദിവസം ആടെ നിർത്തിയിട്ടുണ്ടായി. ഒരു വിധത്തിൽ ഐസ്ക്രീമിൽ ഓഫർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഓനെന്ന് കൂട്ടിയിട്ട് പോകുന്നത്. മാത്രമല്ല ഇന്നോൻ്റെ സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ സ്റ്റേജ് പ്രോഗ്രാമെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കമ്പാരിറ്റീവ്ലി ഈ ഓഫ് സ്റ്റേജ് പ്രോഗ്രാമല്ലോ. സോ ഞാൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് നിർത്തിയിട്ടുണ്ടായിന്. 3 ദിവസമായിട്ട് 3 സ്റ്റേജിലാണ് ഇവർ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോർമാലിറ്റി എന്ന് പറയുന്നത് 2 or 3 സെൻറ്റൻസ് എന്തായാലും പറഞ്ഞിരിക്കണോ. അനക്കാണെങ്കിൽ ഒരു ഉറപ്പുണ്ടായില്ല ഡയലോഗ്സും കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ഇനിയിപ്പം ഡയലോഗ്സ് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. എൻ്റെ ജൂനിയർ സോൾജറിനെ ജസ്റ്റ് ആ ഡ്രസ്സിങ്ങിൽ സ്റ്റേജിൽ കയറി കണ്ടാൽ മാത്രം മതി. ഇതായി ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല, ഡയലോഗ്സും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. അത് കഴിഞ്ഞ് പാറോൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ എൻ്റെ ക്ലാസ് റൂമിലെ കുറേ കുഞ്ഞു കുഞ്ഞു പരാതികളെല്ലാം എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലഞ്ചൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് പ്രോഗ്രാമൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങി. പുറത്തിറങ്ങിയാലും നല്ല മഴയും, പെരും മഴ. നമ്മൾ രാവിലെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായില്ല, അതോ മറന്നിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ ഓഫറൊന്നും നമ്മൾ മറന്നാലും അവർ മറക്കൂല എന്ന് തോന്നുന്നുണ്ട്. അത് ഐസ്ക്രീം വാങ്ങിച്ച് കഴിപ്പിച്ചതിന് ശേഷം മാത്രം അവൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൂ.